ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മളെ മധുര സീരീസ് വ്ളോഗിലേക്ക്. ഇന്ന് നമ്മൾ മധുരയിലാണ് വന്നിട്ടുള്ളത്. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്ന ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മധുരയിൽ ചെറിയ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇതാ റൂം സ്റ്റേ അടിക്കേണ്ട, വണ്ടി യൂസ് ചെയ്യേണ്ട, നടന്നുകൊണ്ട് അത്രയും പൈസ ചിലവ് ചുരുക്കി നിങ്ങൾക്ക് മധുര ഒരു ദിവസം കൊണ്ട് 2-3 സ്ഥലം മിനിമം കാണാനും പറ്റുന്നോളം, ഫുഡ് അടിക്കാൻ പറ്റുന്നോളം, വൈകുന്നേരം നമുക്ക് റിട്ടേൺ അടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്വന്തം നാട്ടിലേക്കോ നിങ്ങളുടെ സ്ഥലത്തേക്കോ അടിക്കാൻ പറ്റുന്നൊരു വീഡിയോ ഇത്. സോ എന്തായാലും ഇത് ഉപകാരപ്പെടും. ഈ വീഡിയോ മൊത്തം കണ്ടു വെച്ചോ. മധുരയിൽ ഒരു ദിവസം വരാൻ ട്രിപ്പ് പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. സോ നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, കണ്ണൂർ നിങ്ങൾ പുറപ്പെടുന്ന ഒരാളാണെങ്കിൽ കണ്ണൂർ നിങ്ങൾക്ക് വീക്ക്ലി എക്സ്പ്രസ്സിലേക്ക് മധുരയിൽ പോകാനുള്ള ഒരു ട്രെയിൻ ഉണ്ട്. നമ്മളെ വ്യാഴാഴ്ചയിൽ ഓടുന്ന തിരുനെൽവേലി മാംഗ്ലൂർ എക്സ്പ്രസ് എത്താം. ഇത് ഏകദേശം 2:30 നമ്മുടെ കണ്ണൂരിൽ ഉച്ചക്ക് എത്താം. അത് പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്ക് നമ്മൾ മധുരൈ ജംഗ്ഷനിൽ എത്തും കേട്ടോ. അപ്പോൾ ഏകദേശം ജനറലിൽ തന്നെ 190 രൂപ ടിക്കറ്റ് എടുത്താൽ തന്നെ സുഖമായിട്ട് ഫ്രീ സീറ്റിലിരുന്ന് നമുക്കിതാ രാത്രി നല്ല സേഫ് ആയിട്ട് കടന്നു വരാൻ പറ്റുന്ന ട്രെയിൻ ഉണ്ട്. അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് 4 മണിയാകുമ്പോൾ തന്നെ നമ്മൾ മധുരയിൽ എത്തട്ടാ. പിന്നെ അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ വേണ്ടി നമ്മൾ മധുരൈ ജംഗ്ഷനിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ AC വെയിറ്റിംഗ് ഹാൾ ഉണ്ടാവും. 10 രൂപ ഉള്ളൂ ഒരു മണിക്കൂറത്തേക്ക്. അതെടുത്ത് ഏകദേശം 2-2.5 മണിക്കൂറോളം നിങ്ങൾ AC വെയിറ്റിംഗ് ഹാളിൽ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യുക, ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് അവിടെ ഇരിക്കാട്ടോ. കുറച്ചൊന്ന് സമയം ആടെ ചെലവഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഏകദേശം ഒരു 7-7:30 സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ AC വെയിറ്റിംഗ് ഹാളിൽ ഇറങ്ങി മധുരൈ റെയിൽവേ സ്റ്റേഷൻ നേരെ അങ്ങോട്ട് നടക്കാം. നമുക്ക് മെയിൻ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ നമ്മൾ ഇന്ന് എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പോകുന്നുട്ടോ. അപ്പോൾ മാക്സിമം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിൽ ഓട്ടോ മാക്സിമം ഒഴിവാക്കി നടക്കാൻ തന്നെ നോക്കാം. ഇവിടെ ഓട്ടോനൊക്കെ നല്ല ചാർജ്, മിനിമം ചാർജിന് 50 രൂപ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളതാ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടുള്ള മുരുകൻ ഇഡ്ഡലി ഷോപ്പിൽ പോയിട്ട് ഇവിടുത്തെ കുറേ ചപ്പാത്തിയും ജിഗർദണ്ടിയും പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ സ്വീറ്റ്സും മസാല ദോശയും പൊടി ഇഡ്ഡലിയൊക്കെ കിട്ടും. ഏകദേശം കുറച്ച് നല്ല 50 രൂപയ്ക്ക് ഇവരെ ചാർജ് വരുന്നത്. എന്തായാലും ഇഡ്ഡലിക്ക് അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട്, പൈസക്ക് വെറുത്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ടേസ്റ്റും ഉണ്ട്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് നമ്മൾ 1 കിലോമീറ്റർ ഉണ്ടല്ലോ മുരുകൻ ഇഡ്ഡലി ഷോപ്പിൽ പോയിട്ട് കഴിക്കാൻ. സംഭവം നല്ല ഫേമസ് റെസ്റ്റോറന്റ് ആണ്. ഹോട്ടലിൽ നേരെ ഫുഡും കഴിച്ച് വേറെ 500 മീറ്റർ ഡിസ്റ്റൻസ് നടക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മളെ ഫസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് ഈ കാണുന്ന ശ്രീ മീനാക്ഷി അമ്മൻ ടെമ്പിൾ കേട്ടോ. ഏകദേശം മധുരയിൽ നല്ല പഴക്കമുള്ള സ്ഥലം തന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ കയറാൻ ഏകദേശം എൻട്രി ചാർജ് ഒക്കെ ഉണ്ട്. സംഭവം പുറത്തുനിന്നാണ് ഫ്രീ ആയിട്ട്. എന്തായാലും അതും കണ്ട് നേരെ ഏകദേശം നിങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മധുരം കഴിക്കാനായിട്ട് ഒരു സ്പോട്ട് ഉണ്ട്. നമ്മുടെ മധുരയിൽ പ്രേമ വില്ലാസ്, ഇതെല്ലാം ഏകദേശം 1 കിലോമീറ്റർ ടൗണിൽ തന്നെയല്ലേ വരുന്നത്. ഇവിടുത്തെ ഈ ഒരു തിരുനെൽവേലി ഹലുവണ്ട് 20 രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പോർഷൻ കിട്ടും. സംഭവം നല്ല അടിപൊളി സ്വീറ്റ് തന്നെ പറയട്ടെ, എന്തായാലും കഴിച്ചിരിക്കണം. അതും കഴിഞ്ഞ് നിങ്ങൾക്ക് എവിടെ പോകാന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഊബറും പിടിച്ച് നമുക്ക് മധുരയിൽ കാണാൻ പറ്റും ഒരു അടിപൊളി സ്ഥലമുണ്ട്. അതും വെറും 10 രൂപ എൻട്രി ചാർജേ ഉള്ളൂ. വെറും 10 രൂപ എൻട്രി ടിക്കറ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം മധുരയിൽ കാണാൻ പറ്റും. അതാണ് നമ്മുടെ മധുരയിലെ ഫേമസ് ആയിട്ടുള്ള നയാക്കർ പാലസ്. മധുരയിൽ നിങ്ങൾ ഒരു ദിവസത്തേക്കെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഈ സ്ഥലത്ത് മറക്കാണ്ട് പോകാൻ നോക്കണം കേട്ടോ. കാരണം അത്രക്കും അടിപൊളി സ്ഥലം തന്നെ. നിങ്ങൾക്ക് ഇവിടെ എത്തി നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം തന്നെ തോന്നൂല. കാരണം മധുരയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ ഞാൻ പറയാം. കാരണം കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി കാഴ്ച വസ്തു തന്നെ പറയട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ അത്രക്കും ഇഷ്ടം പോലെ ഫോട്ടോസ് എടുത്ത് പോകാൻ നല്ലൊരു പീസ്ഫുൾ ഏരിയ തന്നെ. ആകെ ഒരു സ്ക്വയർ ഷേപ്പിനുള്ളിൽ അകത്തേ നമ്മൾ ഉണ്ടാവും. പക്ഷെ എന്തായാലും സംഭവം ഉള്ളിൽ കയറിയാൽ എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. മധുരയിൽ വന്നാൽ കാണാണ്ടിരിക്കേണ്ട അടിപൊളി സ്പോട്ട് തന്നെ പറയാട്ടോ. നിങ്ങൾ പാലസും കണ്ട് ഏകദേശം ഇറങ്ങി ഒരു 12 മണി ടൈം ആകുമ്പോൾ ഫുഡ് കഴിക്കേണ്ട മൂടാകുമ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമുണ്ട്. നമ്മുടെ മധുരയിലെ ഫേമസ് അമ്മസ് വലി ഭവൻ. ഏകദേശം ബിരിയാണിക്കൊക്കെ പേരായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ ഈ കാണാൻ അമ്മസ് വലി ഭവൻ. ഇവിടുത്തെ ഒരു ഐറ്റം ഉണ്ട്, വെറും 300 രൂപക്ക് ഒരു സിംഗിൾ പോർഷനിൽ കൊടുക്കുന്ന ഈ ഒരു മട്ടൺ ബിരിയാണി എന്തായാലും ട്രൈ ചെയ്യണം. നമ്മൾ ഈ ബിരിയാണിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ പേജിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് പേജ് ഇനിയും സബ് ചെയ്തിട്ടില്ല, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ബിരിയാണിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ മറ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിരിയാണിയും കഴിച്ച് നിങ്ങൾക്ക് ഏകദേശം മധുരം കഴിക്കാൻ മൂടുണ്ടെങ്കിൽ നമ്മളെ മധുരയിലെ ഫേമസ് ജിഗർദണ്ട അത് കുടിക്കാണ്ട് ഒരിക്കലും പോരുത്. വെറും 100 രൂപ കിട്ടുന്ന ഈ ഒരു മധുര ഐറ്റം സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. മധുര വന്ന ഉച്ചക്ക് തന്നെ ഏകദേശം ഈ കട ഓപ്പൺ ആയി പോയി കുടിക്കുക. നല്ലൊരു സ്പെഷ്യൽ അവരുടെ സ്വന്തം സിഗ്നേച്ചർ ഒരു ഐറ്റം മധുരക്കാരുടെ മധുര സ്പെഷ്യൽ ജിഗർദണ്ട അവിടെ തന്നെ പോയി കുടിക്കണം. ഒറിജിനൽ ഷോപ്പിൽ തന്നെ കുടിക്കാം. മാക്സിമം ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് കുറേ ഷോപ്പിലൊക്കെ കിട്ടും. പക്ഷെ അവരുടെ ഈ ട്രഡീഷണൽ സാധനം മറക്കാണ്ട് പോയി ട്രൈ ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ സംഭവം ഏകദേശം ഇത്രയേ ഉള്ളൂ. വെറും 1200 രൂപ ബഡ്ജറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം സമയം ചെലവഴിക്കേണ്ടി നിങ്ങൾക്ക് മധുരയിൽ സുഖമായിട്ട് പോയിട്ട് ഇതുപോലെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിച്ചിട്ടൊക്കെ വരാം, ആസ്വദിച്ചിട്ട് വരാം. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് മധുര റെയിൽവേ സ്റ്റേഷൻ നേരെ പാലക്കാടേക്കും കണ്ണൂരേക്കൊക്കെ ട്രെയിൻ ഉണ്ടാവും. കയറി നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇൻഫോർമേറ്റീവ് അടിപൊളിയായെന്ന് വിചാരിക്കുന്നു. മധുരയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ആക്കി വെച്ച് ഡൗൺലോഡ് ചെയ്തോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാം. ദിസ് ഇസ് ബൈ ഫ്രം ദിഗി ദ വ്ളോഗർ.